You are listening to Kerala's #1 FM, Love FM. ഇത് ലവ് ബൈറ്റ്സ് ആണ്. ഞാൻ റീനു. നമ്മൾ സ്വന്തമെന്ന് കരുതി പ്രണയിച്ച ആ പെൺകുട്ടി മറ്റൊരാളെ കല്യാണം കഴിക്കുന്ന ദിവസം, അതിൻ്റെ ക്ഷണം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോവാൻ ധൈര്യം കാണിക്കൂ. അങ്ങനെ പോയ ഒരു വെരി ഫേമസ് ആള് ഇന്ന് ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ എൻ്റെ റീണുവിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മുടെ സ്വന്തം ആഷിഖ് അബു. ആ കഥയൊന്ന് പറയൂ. വളരെ രഹസ്യമായിട്ട് ഞങ്ങൾ കുറച്ചു കാലം പ്രണയിച്ചു. മഹാരാജ് കോളേജിൽ കുറച്ചു കാലം പ്രണയിച്ചു. അത് കഴിഞ്ഞിട്ട് ആ കുട്ടി സമയമായപ്പോൾ കല്യാണം കഴിക്കാൻ പോയി. ആ കുട്ടിയുടെ കല്യാണത്തിന്റെ തലേദിവസം ഞങ്ങൾ പോയി ബിരിയാണി കഴിച്ച് തിരിച്ചു വന്നു. കല്യാണത്തിന് ക്ഷണിച്ചോ? ഞാൻ പത്മരാജൻ സാറിന്റെ ഒരു തിരക്കഥ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഫോൺ ചെയ്തത്. ഞാൻ വളരെ സന്തോഷത്തോടു കൂടി, അതായത് എന്തിനും നമ്മൾ പോസിറ്റീവായിട്ട് കാണാം. ബ്രേക്കപ്പിന്റെ സമയത്താണെങ്കിൽ വളരെ ഹാപ്പി ആയിട്ട് അവളോട് പെരുമാറുക, മനസ്സിലായി. അപ്പൊ അവൾക്കൊരു ചെറിയ ഗിൽറ്റ് അടിക്കും, പക്ഷെ ഇത് പണിയായോ എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു ചെറിയ ഗിൽറ്റ് അങ്ങോട്ട് കൊടുക്കുക. ഇതിനകത്ത് യൂണിവേഴ്സൽ ആയിട്ട് ഒരു ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ, അടുത്ത ആളെ പ്രേമിക്കാന്നുള്ളത്. മൂവ് ഓൺ എന്ന് പറയുന്ന പോലെ തന്നെയാണ്. ഇപ്പൊ ഇത് മറക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഫൈൻഡ് ദ നെക്സ്റ്റ് വൺ. എന്നിട്ട് കല്യാണത്തിന് പോയോ? അതായത് ഈ വിവരം അറിയാത്ത 2 സുഹൃത്തുക്കളെയാണ് ഞാൻ കൊണ്ടുവരുന്നത്. കാരണം ഞാൻ വളരെ രഹസ്യമായിട്ടുള്ള ഒരു പ്രണയമായിരുന്നു എൻ്റെ. അപ്പൊ ഞാൻ ഈ കല്യാണത്തിന് പോകണം എന്നുള്ളതുകൊണ്ട് അതിനകത്തൊരു രസകരമായിട്ടുള്ള ഒരു ഐറ്റം ഞാൻ പറഞ്ഞു. കല്യാണം വിളിച്ചു പറഞ്ഞ പെൺകുട്ടിയോട് ഞാൻ പറഞ്ഞു, ഇന്ന ദിവസമാണെങ്കിൽ അത് എന്റെ കരിദിനമായിരിക്കും എന്ന് പറഞ്ഞു. വെറുതെ പറഞ്ഞതാണ്. പിന്നീട് അത് കരിദിനമാക്കി മാറ്റാൻ വേണ്ടി ഞാൻ കുറെ അധ്വാനിക്കേണ്ടി വന്നു. കാരണം അന്ന് ഒരു കറുത്ത അംബാസഡർ കാർ സംഘടിപ്പിക്കേണ്ടി വന്നു. അതിന്റെ ഓണറായി അത് ഓടിച്ചുകൊണ്ട് വരുന്നവനോട് കറുത്ത ഷൂവും കറുത്ത പാന്റും കറുത്ത ഷർട്ടും ഇട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ വേറൊരു മിമിക്രിക്കാരനായിട്ടുള്ള എന്റെ ഒരു സുഹൃത്തിനെ വിളിക്കുകയും അവനെയും ഇതേ കോസ്റ്റ്യൂം ഡ്രസ് കോഡ് ഇടിക്കുകയും ഞാൻ സ്വയം ഈ ഡ്രസ് കോഡ് ഇടുകയും ഈ 3 കറുത്ത ആൾക്കാർ കറുത്ത അംബാസഡർ കാറിൽ ഓഡിറ്റോറിയത്തിന് മുമ്പിൽ പോയി ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ കരിദിനം എന്ന് പറയുന്ന ആ ഒരു ഞാൻ അന്ന് പറഞ്ഞ ഒരു വെറും വാക്ക് എനിക്കൊരു ബാധ്യതയായി മാറുകയും അതിനുവേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് കരിദിനമാക്കി മാറ്റുകയും ചെയ്തു. അയ്യോ, ഇത്ര എഫേർട്ട് എടുത്ത് എന്തായാലും ആരും എക്സ് ലവറിന്റെ കല്യാണത്തിന് പോയി കാണത്തില്ല. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് എഫ്എമ്മിൽ ലവ് ബൈറ്റ്സ്. എൻ്റെ റീനുവിന്റെ കൂടെ ഇവിടെ മാത്രം ടൺ കണക്കിന് ഫൺ. ഒരുപാട് കാലം പ്രണയിച്ചിട്ട് ഒരിക്കൽ ഉപേക്ഷിച്ചു പോയ ആള് അന്ന് തീരുമാനിച്ചതാ ഇനിയൊരു കൂടിക്കാഴ്ച ഉണ്ടാവില്ല എന്ന്. പ്രതീക്ഷിക്കാതെ ഒരു ദിവസം അയാള് വീണ്ടും മുന്നിലേക്ക് വന്നു. മനസ്സിൽ വികാരങ്ങളുടെ വേലിയേറ്റം തന്നെ ഉണ്ടായി. അയാൾ തന്ന എല്ലാ വേദനയും മറന്നിട്ട് അറിയാതെ ഒരു നിമിഷത്തേക്കെങ്കിലും മനസ്സ് കൊതിച്ചു അയാളെ തിരികെ കിട്ടിയിരുന്നെങ്കിലെന്ന്. എന്നാൽ പിന്നെയുള്ള സമയം അതിലും സങ്കടം തന്നെ. ഒരുമിച്ചുണ്ടായിരുന്ന സമയം, അന്ന് പോയ സ്ഥലങ്ങൾ, ചെയ്ത കാര്യങ്ങൾ, അപ്പോഴത്തെ ഒരു സന്തോഷം, എക്സൈറ്റ്മെന്റ്, അതിനുശേഷം നമ്മളെ വേണ്ടാന്ന് പറഞ്ഞത്, ആ വേദന, അതിൽ നിന്ന് കര കയറാനെടുത്ത മാസങ്ങൾ, ഇതെല്ലാം കണ്ണിന് മുന്നിലൂടെ മിന്നിമറിഞ്ഞു. ഒരിക്കൽ നഷ്ടപ്പെട്ട ആ പ്രണയമില്ലേ, അയാളെ പിന്നെ ഒരിക്കലും കാണാൻ ഇടവരരുത്, അല്ലേ? കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് എഫ്എമ്മിൽ ലവ് ബൈറ്റ്സ്. എൻ്റെ റീനുവിൻ്റെ കൂടെ ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്, ടൺ കണക്കിന് ഫണ്ണും ടൺ കണക്കിന് ലവുമായി ക്ലബ് എഫ്എമ്മിലെ ദ ലവ് ബൈറ്റ്സ്. ഞാൻ റീനു. എൻ്റെ കൂടെ ശ്യാം എത്തിയിട്ടുണ്ട്. ശ്യാം, ഞാനൊരു ഇമാജിനറി സിറ്റുവേഷനിൽ ശ്യാമിനെ ഇടുക. ശ്യാമിന് ഇഷ്ടമുള്ള കുട്ടി ശ്യാമിനെ ഇട്ടിട്ട് പോയി. എന്നിട്ട് ഒരു ദിവസം ഒരു വെഡ്ഡിങ് കാർഡ് ശ്യാമിന് കിട്ടുക ആ കുട്ടിയുടെ കല്യാണത്തിന്റെ. എന്ത് ചെയ്യും? അത്ര വലിയ കടുങ്ങുകയും ചെയ്യുന്നില്ല. ഇതിപ്പോ എനിക്ക് കിട്ടിയിട്ടുണ്ട് സത്യത്തിൽ ഇതേപോലെ പറഞ്ഞോ. എന്നുവെച്ചാ ഒരു 2-3 കൊല്ലം പിന്നെ നടന്നിട്ട് ഒന്ന് നോക്കിയാ കൊണ്ട് അവസാനം എന്റെ അടുത്ത് പറഞ്ഞു. ഞാൻ ഒരുമിച്ച് പഠിച്ചിട്ടുള്ളായിരുന്നു. ഞാൻ കുറെ വട്ടം പറഞ്ഞു, 2 വട്ടം പറഞ്ഞു. പക്ഷെ ആള് പറഞ്ഞു എന്നെ ഇങ്ങനെ കാണാൻ പറ്റില്ല, അനിയനാണ് ചേട്ടനാന്നേക്ക് കുറെ ഡയലോഗ്. അയ്യോ, എന്നിട്ട് എന്നിട്ടെന്താ, എന്നിട്ട് ഈ അടുത്ത് ഒരു 2-3 മാസമായിട്ടുള്ള കല്യാണം കഴിഞ്ഞിട്ട്. കുറി കിട്ടിയപ്പോ എന്താ തോന്നിയേ? കുറി കിട്ടിയപ്പോ തോന്നില്ല, ആദ്യം കുറച്ച് വിഷമം തോന്നി. പിന്നെ വിചാരിച്ചു നല്ല ലെവലിൽ പോയി ജീവിക്കട്ടെ എന്നോളൂ. അല്ല, കല്യാണത്തിന് പോയോ? കല്യാണത്തിന് പോയി. രാവിലെ വരെ പോൺ തന്നെയായിരുന്നു. രാവിലെ വണ്ടി എടുത്തൊരു പോക്ക് പോയി വീട്ടിൽ. ഇതുപോലെ ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിലൂടെ സംസാരിക്കണോ? എന്നാൽ 56070 ഒരു മെസ്സേജ് അയക്കുക. ഫോമാറ്റ് ക്ലബ് എഫ്എം സ്പേസ് നിങ്ങളുടെ പേര്. ഞാൻ കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ്. എൻ്റെ റീനുവിൻ്റെ കൂടെ ടൺ കണക്കിന് ഫണ്ണും ടൺ കണക്കിന് ലവുമായി
ക്ലബ് FM ഇത് ലവ് ബൈറ്റ്സ് ആണ്. ഞാൻ റീനു. കാണാതെ വിശ്വസിക്കുന്നവരെ ഭാഗ്യവാന്മാരെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണെന്നറിയില്ല, ചില കാര്യങ്ങൾ കണ്ടു മാത്രമേ നമ്മൾ വിശ്വസിക്കൂ. ഇഷ്ടപ്പെടുന്ന ആള് നമ്മളെ ഇട്ടിട്ട് പോയാലും ഒരുപാട് കാലം മനസ്സത് ആക്സെപ്റ്റ് ചെയ്യില്ല. ഉള്ളിൽ വീണ്ടും പറയും, ചിലപ്പോൾ അയാളെ തിരിച്ചു കിട്ടുമായിരിക്കും, ഇനി അയാളുടെ കൂടെ ഒരു ജീവിതം ഉണ്ടാവുന്നു. ഇങ്ങനെയുള്ള സമയത്ത് അയാൾ നമ്മളെ കല്യാണത്തിന് വിളിച്ചാൽ എന്താ തോന്നുക? ഒരുപാട് വിഷമം വരും. എന്നെ വിളിക്കുന്നെങ്കിൽ സത്യം പറയണമല്ലോ, എനിക്ക് സങ്കടം വരും, ഞാൻ പോവില്ല. പക്ഷെ ചിലപ്പോൾ പോകുന്നതിന് മുന്നേ തന്നെ ഇയാളെ ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് എടുത്ത് കളയും കേട്ടോ. എന്നാൽ ചിലരുണ്ട്, അവർ പോകണം. ആ സമയത്തെങ്കിലും ഈ റിയാലിറ്റി അവരുടെ ഉള്ളിലേക്ക് വരും, ഇയാളെ എനിക്ക് നഷ്ടപ്പെട്ടു എന്ന്. ആ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടെങ്കിലും നമ്മൾ ആ കല്യാണത്തിന് പോകണം. പക്ഷേ കല്യാണത്തിന് പോവുക എന്ന് തീരുമാനിച്ച ഒന്നും കൂടെ ഉണ്ട്. അവിടെ ചെന്ന് പിന്നെയും കരഞ്ഞിട്ട് വരാനാണെങ്കിൽ പോകണ്ട. അതിന് ഗട്ട്സ് ഇല്ലാത്തവർ അത് വേണ്ടെന്ന് വെച്ചേരെ. പിന്നെ ഇനി ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നൊക്കെ വിചാരിച്ചാലും ഇരിക്കാൻ പറ്റൂല. 12 മണി ആവാറായല്ലോ. ക്ലബ് FM സ്റ്റുഡിയോയിൽ നിന്ന് ഞാൻ റീനു പോവാ. നാളെ ലവ് ബൈറ്റ്സിൽ വീണ്ടും തിരിച്ചു വരും. ടിൽ ദെൻ, ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ.